ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. സോ നമ്മൾ ഇന്ന് കുടുംബക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നമ്മൾ മലരിക്കലിലേക്ക് പോവാണ്. നമ്മുടെ കുടുംബക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ അമ്മയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് ഒരു 17 കിലോമീറ്റർ, എനിക്കറിയില്ല കറക്റ്റായിട്ട്, പക്ഷെ 17 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചത്. സോ അത്രേ ഉള്ളൂ. കുമരകം പോകുന്ന റോഡാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. റീലിൽ കണ്ട് മാത്രമേ ഞാൻ ഇതുവരെയും കണ്ടിട്ടുള്ളൂ. ഇത് ആദ്യമായിട്ട് കണ്ടപ്പോൾ എൻ്റെ പൊന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഏക്കറിൽ ആമ്പലിങ്ങനെ പൂ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്ന കാണുന്നത്. അയ്യോ, എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടു എന്നറിയോ അത്. സത്യം പറഞ്ഞാൽ വെള്ള ആമ്പലും ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷെ വെള്ള കംപ്ലീറ്റ് വന്നാൽ ഇത്ര ഭംഗിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു സ്ഥലം കംപ്ലീറ്റ് ഒരു പിങ്ക് കളറിൽ, അതെങ്ങനെയാണ് പറഞ്ഞു തരണേന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും മസ്റ്റ് വിസിറ്റായിട്ട് പോയി കാണേണ്ട സ്ഥലമാണിത്. സത്യം പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ബിഗിനിങ് മുതലേ അമ്പലപ്പൂവുണ്ട്, പക്ഷെ അവിടെയല്ല നമുക്ക് മെയിനായിട്ട് പോകേണ്ടത്. അവിടെയൊക്കെ ബോട്ട് സർവീസ് ഉണ്ട്. ഒരാൾക്ക് 100 രൂപ വീതം കൊടുത്താലും മതി. പക്ഷെ അവിടെ നിന്ന് കുറച്ചങ്ങ് ഉള്ളിലോട്ടല്ല, അതേ റോഡ് ഫോളോ ചെയ്ത് പോയി കഴിയുമ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെയാണ് മെയിൻ സ്പോട്ടുള്ളത്. ഇപ്പം ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം കണ്ടോ, സൂം ചെയ്യുന്നുണ്ടോ? ഇവിടെയാണ് മെയിൻ സ്പോട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. സോ ഇവിടെ ഒരു ചേട്ടൻ ആമ്പൽ വിൽക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ ചെന്ന് ആമ്പൽ പറിക്കുമ്പോൾ ഡ്രസ്സിലൊക്കെ ചെളിയാവുമല്ലോ. ഞാൻ ഒന്നാമത് ഇട്ടിരിക്കുന്ന വൈറ്റ് ഡ്രസ്സായിരുന്നു, വൈറ്റ് കം പിങ്ക് ആയിരുന്നു. കാരണം ആമ്പലായിട്ടൊരു മാച്ചിങ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 50 രൂപ കൊടുത്തു. 60 രൂപയുടെ പൂ 50 രൂപയ്ക്ക് മേടിച്ചിട്ട് വന്നു. ആക്ച്വലി ഇത് അവർക്ക് ഭയങ്കര ലാഭമാണ്. പിന്നെ നമുക്കൊരു സന്തോഷം, പൂക്കളൊക്കെ പിടിച്ചിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ. എനിക്ക് തോന്നുന്നു എനിക്കത് വെറുത്തായിട്ടാണ് തോന്നി. കാരണം എനിക്ക് നല്ല വീഡിയോസും കിട്ടി, നല്ല ഫോട്ടോസും കിട്ടി. പിന്നെ സൂര്യൻ ചേട്ടൻ കുറച്ച് പണി തന്നു. നമ്മൾ പോയത് അമ്പലത്തിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. സോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് താമസിച്ചു. സൂര്യൻ തലയ്ക്ക് മേലെ വന്നു. സോ കുറച്ച് വെയിൽ കൊള്ളേണ്ട വന്നു. നല്ല ടാനും അടിച്ചു. ബട്ട് നമ്മൾ ആഗ്രഹിച്ച കാഴ്ചയ്ക്ക് വേണ്ടി എത്ര ടാൻ അടിക്കാനും എത്ര വെയിൽ കൊള്ളാനും ഞാൻ റെഡിയാണ്. ഞാൻ ഇങ്ങനെ വെയിൽ കൊണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത് മൈജിയുടെ ഇനോഗ്രേഷന് ടൊവിനോ തോമസ് വന്നപ്പോഴാണ്. 11 മണി മുതൽ 12 മണി വരെ ആ വെയിലത്ത് ഞാൻ നിന്നു എന്നുള്ളതാണ്. എന്തിന്? ടൊവിനോനെ കാണാനായിട്ട്. ആൻഡ് ഇറ്റ്സ് എ വർത്ത് ഫോർ മീ. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ടൊവിനോൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ അങ്ങ് പറഞ്ഞുപോയി. അങ്ങനെ ഫോട്ടോ സെക്ഷൻ ഇപ്പോഴാട്ടോ തുടങ്ങിയത്. എൻ്റെ അനിയെ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്ത് ശരിയാവുണ്ടായില്ല. ഞാൻ അതിൻ്റെ പരിഭവം പറഞ്ഞിട്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കുമായിരുന്നു. എപ്പോൾ വീഡിയോ ഞാൻ ഉദ്ദേശിച്ച പോലെ നടന്നില്ലെങ്കിലും ഇപ്പം ഞാൻ കാണിച്ച പോലത്തെ എക്സ്പ്രഷൻ എൻ്റെ മുഖത്ത് വരും. ഒരു വൃത്തികെട്ടൊരു എക്സ്പ്രഷൻ എൻ്റെ മുഖത്ത് വരും. എന്ത് ചെയ്ത് ശരിയാവുന്നില്ലല്ലോ, ഇതിപ്പോൾ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ എൻ്റെ ഫേസിൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ ഉള്ള സംശയത്തിൽ. പക്ഷേ ഈ വ്യൂ ഉണ്ടല്ലോ, അത് നമ്മൾ എത്ര പൈസ കൊടുത്താലും നമുക്കത് വെറുത്തായിട്ട് തന്നെയാണ് തോന്നുള്ളൂ. അതുപോലെ ഭംഗി. ഞാൻ പറഞ്ഞില്ല വൈറ്റ് ആമ്പലിൻ്റെ കാര്യം, അതാണ് നമ്മളിപ്പോൾ കണ്ടത്. കണ്ടോ അവിടെ എവിടെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പിങ്ക് ലേഡീനെ പോലെയൊന്നും അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കെട്ടുവെള്ളത്തിലാണേ പോയത്. കെട്ടുവെള്ളത്തിന് നല്ല ആട്ടം ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു, എന്താ ചേട്ടാ വെള്ളത്തിനൊരു ആട്ടം? പിന്നെ അങ്ങോട്ട് പിടിച്ചിരിക്കാൻ തുടങ്ങി. സ്വിമ്മിങ് അറിയാം, പക്ഷെ ഫോൺ പോയി കഴിഞ്ഞാൽ അത് തപ്പി കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണേ. ഒരിക്കൽ പോയ ഫോൺ പിന്നെ ഇതേപോലത്തെ ഫോൺ മേടിച്ച് തരില്ല എന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഫോൺ മുറുകെ പിടിച്ച് സർവ്വ ദൈവങ്ങളെ വിളിച്ചങ്ങ് ഇരുന്നു. ഞാൻ വീണാലും ഫോണിനൊന്നും പറ്റല്ലേ ദൈവമേ എന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ കുറച്ചങ്ങ് ഉള്ളിലോട്ട് പോയേ. നമ്മളെ ഉള്ളിലോട്ട് അവർ കൊണ്ടുപോകും. ഉള്ളിൽ ചെന്നപ്പോൾ എൻ്റെ പൊന്നോ, അവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലമല്ല, ചെറിയൊരു കാവ് പോലത്തെ. അത് അടിപൊളിയായിരുന്നു. സൺറൈസിന് പോകണം എന്നിട്ടേ കാര്യമുള്ളൂ. പക്ഷെ നമ്മൾ സൺ നട്ടുച്ചയിലെത്തിയപ്പോഴാണ് നമ്മൾ പോയത്. പക്ഷെ അടിപൊളിയാണ് ഗായ്സ്. ഫോണിൽ എനിക്ക് മര്യാദയ്ക്ക് ഈ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല. നല്ല ഫോണാണ്, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ അറിയത്തില്ല. കഴിവുള്ളവർക്ക് നല്ല വീഡിയോ എടുക്കാം. ഡ്രോണും കൊണ്ടാണ് പോണെങ്കിൽ അടിപൊളി വിഷ്വൽസ് കിട്ടും. ട്രസ്റ്റ് മീ, നിങ്ങളിപ്പോൾ കാണുന്നതുണ്ടോ, അടിപൊളി എന്ന് പറഞ്ഞുണ്ടല്ലോ, വേറെ ലെവൽ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ എൻ്റെ ഫേസിലുണ്ട്. ഞാൻ എന്നെയല്ല നോക്കണേ, ബാക്ക്ഗ്രൗണ്ടിലുള്ള പൂക്കളൊക്കെ കിട്ടുന്നുണ്ടോ? എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. ന്യൂനയുടെ ഫോണിൽ ആസ് യൂഷ്വൽ എന്നെക്കാളും കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള ഫോണായതുകൊണ്ട് കുറച്ചുകൂടെ നല്ല വീഡിയോസൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അവനെല്ലാം മറ്റേ പോലെയാണ് പിടിച്ചത്. എനിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ.
അങ്ങനെ നമ്മുടെ സവാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കും നല്ല രസമായിരുന്നു അവിടെ കാണാനായിട്ട്. കാരണം നമ്മൾ കുറച്ച് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് പോയിട്ടാണല്ലോ കണ്ടത്. അപ്പോൾ വരുന്ന വഴിയൊക്കെ അമ്പലമായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പുതുപ്പള്ളിയിലേക്കാണ് പോയത്. സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിലേക്കാണ് പോയത്. സോ അവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫ്യൂണറൽ നടന്ന അവിടെയാണ്. സോ നമുക്കതൊക്കെ ഒന്ന് കാണാനും പള്ളിയിലൊന്ന് കയറാനും വേണ്ടിയാണ് പോയത്. ആക്ച്വലി ആ സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം എന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. ഒരു നിമിഷം അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ അത് സത്യമാണ്, അത് ശരിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമമായി. എന്നെ നല്ല മനുഷ്യരൊക്കെ ദൈവം ആദ്യമേ വിളിക്കുന്നു പറയുന്നത് ശരിയാണ്. പക്ഷെ പ്രായം നമ്മൾ നോക്കണം. പക്ഷെ എന്നാലും ഇപ്പം മരിക്കണ്ടായിരുന്നു എന്നുള്ളൊരു ഫീല്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു അമ്പലത്തിലും കൂടെ പോകാനുണ്ടായിരുന്നു. അതടുത്ത വ്ലോഗിലിടാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെയും വെയിറ്റ് ചെയ്യുക. അതിനു മുമ്പ് പ്ലീസ് ഡു കമൻറ്റ്, ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.